മര്യാദയ്ക്ക് ഭരിക്കാൻ നേരമില്ല, അഥവാ അതറിയില്ല, അല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേടുകളുടെ പേരിൽ ചോദ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് 20 ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുമോ? പക്ഷേ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ഈ രാജ്യത്തെ ഒന്ന് കാവ്യവൽക്കരിക്കണം. വന്ദേമാതരത്തെ ആരെങ്കിലും അവഹേളിച്ചാൽ 3 വർഷത്തേക്ക് അകത്തിടുന്ന നിയമം പാസ്സാക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രയോറിറ്റീസ്. അടുത്തൊരു ടേം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. 4ാം തവണ BJPക്ക് അധികാരം കിട്ടുമെന്ന് ഞങ്ങളാരും കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ കിട്ടിയ സമയം കൊണ്ട് ഇപ്പം തന്നെ ഭരിക്കുന്നത് JDUവിൻ്റെയും TDPയുടെയും സഹായം കൊണ്ടാണ്, അവരുടെ കാരുണ്യം കൊണ്ടാണ്. അവരെന്തെങ്കിലും പാലം വലിച്ചാൽ ഈ സർക്കാരിൻ്റെ കാര്യവും കട്ടപ്പോകയാവും. പക്ഷേ അതിനൊക്കെ മുമ്പായിട്ട് ഞങ്ങളുടെ ഈ അജണ്ടകൾ, ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്ന അജണ്ട ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇപ്പോൾ ഈ പരീക്ഷാ ക്രമക്കേടുകളുടെ വസ്തു ജന്തർ മന്ദിറിൽ വലിയ സമരമൊക്കെ നടന്നു. ഞങ്ങൾ കീഴടങ്ങിയെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അതൊക്കെ സ്ഥാപിത താല്പര്യക്കാരാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരുവാ. അവർക്ക് ഞങ്ങളോട് അസൂയയാണ്. അതുകൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ നാണം കെട്ടു, ഇന്ത്യ നാണം കെട്ടു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പലരും പറയുന്നുണ്ട് രാജ്യത്തിന് തന്നെ അത് നാണക്കേടായിപ്പോയെന്ന്. വിദേശ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഈ പിള്ളേരെ ഒന്ന് പിരിച്ചുവിടാൻ വേണ്ടി സാമാന്യം മോശമല്ലാത്തൊരു ബലപ്രയോഗം നടത്തിയായിരുന്നു. അവർക്കെതിരായിട്ട് പെല്ലറ്റ് പ്രയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി. ഈ ലാത്തി ചാർജ് എന്ന് പറയുമ്പോൾ വെറും ചൂരൽ വടി കൊണ്ടുള്ള അടിയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ആണി തറച്ച ലാത്തിയാണ്, ചൂരലല്ല ദേഹത്ത് കൊണ്ടുന്ന ആണിയാണ്. കൊണ്ടാൽ ശരീരത്തിലോട്ട് അങ്ങ് തറച്ച് കയറും. അതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. പിന്നെ ഞങ്ങൾ അവരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ ഞങ്ങളുടെ പോലീസുകാർ, മനസ്സിലായില്ലേ, ഈ സമരം പൊളിക്കണമെന്ന് നിർബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ലൈംഗികമായ അക്രമ സ്വഭാവമുള്ള കാര്യങ്ങൾ പോലും, നടപടികൾ പോലും ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും പിള്ളേർ സമരം ജയിച്ചു കേട്ടോ. പാറ്റകൾ ക്രെഡിറ്റ് മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ബലികഴിക്കേണ്ടി വന്നു. അതൊക്കെ അവിടെ കിടക്കും, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ ചില പ്രയോറിറ്റീസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോഴേ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളാരും അങ്ങോട്ട് പോകത്തേയില്ല. ചെന്നെങ്കിലല്ലേ ഈ പ്രതിപക്ഷം പറയുന്നതൊക്കെ കേൾക്കേണ്ട കാര്യമുള്ളൂ. ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഇന്നലെ പാർലമെൻറ്റിൽ അമിത്ഷാ എവിടെ എന്നും പറഞ്ഞ് പ്രതിപക്ഷം ഭയങ്കര ബഹളമായിരുന്നു. അമിത്ഷാ അങ്ങോട്ട് ചെന്നിട്ട് വേണ്ടായോ അതിന് മറുപടി പറയാൻ? അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഞങ്ങൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ദൂരദർശൻ പോലും അല്ല, ഇൻസ്റ്റാഗ്രാം. അതിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെടും, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. ഈ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമസഭ ഇതൊക്കെ സമ്മേളിക്കുമ്പം നയപരമായ കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നൊരു കീഴ്വഴക്കമുണ്ട്. അതെല്ലാവരും പാലിക്കുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ പരീക്ഷാ ബില്ല് വരുന്നു, അല്ലെങ്കിൽ പരീക്ഷയുടെ പരിഷ്കരണത്തിന് കമ്മിറ്റിയെ വയ്ക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ പറയാവുന്നതാണ്. അവിടെ ഇതിൻ്റെ ചർച്ച എന്നും നടന്നുകൊണ്ടിരിക്കുക. കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് വിഷയം. അവിടെ പറയാം, പക്ഷേ ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പറയും. അതാണ് ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയും ഒളിച്ചുപോയി, അല്ലെങ്കിൽ സഭയിൽ വരുന്നില്ല, പ്രതിപക്ഷത്തിൻ്റെ പേടിയാണ്. ഇതൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഈ പ്രതിപക്ഷം, അവരെ കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണെന്നേ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, എന്തെങ്കിലും സർക്കാരിനെതിരായിട്ട് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയോ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ രേഖകളിൽ നിന്ന് നീക്കിയാൽ മതി. അതിനൊരു പ്രൊവിഷനുണ്ട്. പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും എന്തെങ്കിലും അഹിതമായിട്ട് പറഞ്ഞാൽ അത് രേഖകളിൽ നിന്ന് നീക്കി എക്സ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്രയോഗം. പക്ഷെ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വ്യവസ്ഥകൾ ലംഘിച്ചെന്തെങ്കിലും പറയുമ്പോഴാണ് ഈ രേഖകളിൽ നിന്ന് നീക്കാനുള്ള ഈ പ്രൊവിഷൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനൊന്നുമല്ല. BJP സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനാത്മകമായിട്ട്, അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ മോദി, അമിത്ഷാ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ നിഷ്കരണം അതിനെ രേഖയിൽ നിന്ന് മാറ്റും. ഇന്നലെ നമ്മുടെ ഖാർഗെ, വളരെ മുതിർന്ന നേതാവാണ്, അദ്ദേഹം പറഞ്ഞു ഈ ജാതീയത സംബന്ധിച്ച വർണ്ണ വിവേചനമുണ്ടല്ലോ, അതൊക്കെ സംബന്ധിച്ച ചില പരാമർശങ്ങൾ മനുസ്മൃതിയിലുണ്ടെന്നും അതിപ്പോൾ നമ്മുടെ സിലബസിലേക്ക് കടത്തുന്നുണ്ടെന്നും അദ്ദേഹം ഒന്ന് പറഞ്ഞു. ഇത് മനുസ്മൃതി, ഞങ്ങൾ ഭരണഘടനയേക്കാൾ വളരെ പ്രധാനമായിട്ട് കാണുന്നത് മനുസ്മൃതിയാണ്. അപ്പോൾ അതിനെ വിമർശിച്ചാൽ ഞങ്ങൾക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ?
മനുസ്മൃതിയിലാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. അതിനെ വിമർശിച്ചാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിന് വലിയ വാഗ്വാദമൊക്കെ ഉണ്ടായി. അവസാനം എന്ത് ചെയ്തു? ഖാർഗേജി പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ രേഖയിൽ നിന്നങ്ങ് മാറ്റി. രേഖയിൽ ഉണ്ടായിട്ട് വേണമല്ലോ ഇതൊക്കെ ആരെങ്കിലും വായിക്കാനും കാണാനും ഒക്കെ. അതങ്ങ് തട്ടി, അതങ്ങ് മാറ്റി. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ചില വിഡ്ഢികളെ ദൈവമെന്ന് കരുതുന്ന അന്ധഭക്തർ എന്നൊക്കെ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെക്കുറിച്ചാണെന്ന്. ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. ഞങ്ങളുടെ കിരൺ റിജിജുവൊക്കെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, എതിർത്തു. പക്ഷേ അദ്ദേഹം കൊണ്ടോ പിൻവലിക്കുന്നു. മാപ്പ് പറയണമെന്നൊക്കെ അദ്ദേഹത്തോട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാപ്പിനും ഒന്നുമില്ല, ആരോടും BJP സർക്കാരിനോടും നിങ്ങളോടൊന്നും മാപ്പ് പറയാൻ ഞാനില്ല എന്നാര് പറഞ്ഞു? രാഹുൽ ഗാന്ധി. അപ്പോൾ പിന്നെന്താ ചെയ്യുക? രേഖകളിലിരുന്ന് നീക്കുക. ഞങ്ങൾ നീക്കി. അതുപോലെ തന്നെ പ്രസംഗിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്, ഒരു തന്ത്രമാണ്, ഒരു അടവ് നയമാണ്. സാധാരണയിൽ പ്രതിപക്ഷ നേതാവ് എപ്പോൾ എഴുന്നേറ്റാലും അവസരം കൊടുക്കണമെന്നാണ്, മൈക്ക് കൊടുക്കണമെന്നാണ്. അതൊക്കെ മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മതി. ഇവിടെ പാർലമെൻറ്റിലൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിന് എപ്പോഴും അവസരം കൊടുക്കുക. കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത്? അദ്ദേഹം BJP വിമർശിച്ച് പ്രസംഗിച്ചല്ലോ. അവസാനം വലിയ ബഹളമായി, സഭ 1-2 വട്ടം നിർത്തിവെച്ചു. പിന്നെ ചേർന്നപ്പം ഞങ്ങൾ അവസരം കൊടുത്തേയില്ല. മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലേക്ക് കടന്നു, ബില്ലങ്ങ് പാസ്സാക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഖാർഗെ രാജ്യസഭയല്ല കേട്ടോ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞു. ഞങ്ങളൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. ഇത് പാർലമെൻറ്റ് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ, കിട്ടുന്ന വേദികളിലെല്ലാം നടപ്പാക്കും. ഇപ്പം തന്നെ കണ്ടോ, നമ്മുടെ ഹോക്കി ടീമിൻ്റെ, ദേശീയ ഹോക്കി ടീം, അതിൻ്റെ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ ജേഴ്സി, അവർ കളിക്കാനിറങ്ങപ്പെടുന്ന കുപ്പായം, അത് നേരത്തെ നീലയായിരുന്നു. നീല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കായിക താരങ്ങൾ, നമ്മുടെ ഫുട്ബോൾ ടീമിൻ്റെ നിറമതാണ്, ക്രിക്കറ്റിൻ്റെ നിറമതാണ്, അത്ലറ്റിക്സിൽ നീല നിറമാണ് പ്രധാനമായിട്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ട്രൈ കളറിൻ്റെ, നമ്മുടെ ദേശീയ പതാകയുടെ 3 നിറങ്ങൾ, അതിൻ്റെ ചില റെപ്രസെൻറ്റേഷനും അവരുടെ ജേഴ്സിയിലുണ്ട്. അങ്ങനെ ഏതാണ്ട് എല്ലാ ദേശീയ ടീമുകളുടെയും ജേഴ്സി എന്ന് പറയുന്നത് നീലയാണ്. ഇപ്പോൾ ഞങ്ങളതങ്ങ് മാറ്റി കാവി നിറമാക്കി. അതിനെന്താ കുഴപ്പം? കാവ്യാകുന്നതിന് എന്താ കുഴപ്പം? വലിയ പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുക പ്രതിപക്ഷവും ചില പഴയ ഹോക്കി കളിക്കാരുമൊക്കെ. ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായിട്ട് പുരുഷന്മാരുടെയും വനിതകളുടെയും ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. അവിടെ നമ്മുടെ ടീം ധരിക്കുന്നത് ഈ കാവി നിറത്തിലുള്ള ജേഴ്സി ആയിരിക്കും. നമ്മൾ ഈ നീല നിറം നമ്മുടെ ജേഴ്സി ആയിട്ട് തിരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. വെറുതെ എന്നാൽ നീല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതല്ല. നമ്മുടെ ദേശീയ പതാകയുടെ നടുവിലുള്ള അശോക ചക്രം അത് നീല നിറത്തിലാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ് നമ്മൾ ഈ ജേഴ്സികൾക്കൊക്കെ നീല നിറം കൊടുത്തത്. അപ്പോൾ ഈ നീല നിറമാകുമ്പോൾ എന്തെങ്കിലും വിവേചനങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. പ്രാദേശികമായിട്ടോ ജാതീയമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള യാതൊരു വിവേചനങ്ങളും. നമ്മുടെ ദേശീയ പതാകയിലെ 3 നിറങ്ങളുടെ നടുവിലുള്ള അശോക ചക്രം, അതിൻ്റെ നിറം നീല. അങ്ങനെയാണ് നമ്മളത് എടുത്തത്. പക്ഷേ പെട്ടെന്ന് ഹോക്കി ഫെഡറേഷൻ അവർക്ക് തോന്നി അത് പറ്റത്തില്ല, നീല പോരാ, ഖാവിയാണ് നല്ലത്. അതിന് പറയാനൊരു കാരണമുണ്ട്. ഈ ഖാവി എന്ന് പറയുന്നത് ധീരത, രാജ്യാഭിമാനം, വിജയം, ദേശീയ ബോധം, ഇതിൻ്റെയൊക്കെ അടയാളമാണ് അത്രേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? കാവ്യ, അല്ലാതെ അശോകചക്രത്തിൻ്റെ നീലയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹോക്കി ഫെഡറേഷൻ, ഇപ്പോൾ ഈ ഹോക്കി ഫെഡറേഷൻ അങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും അവരായിട്ട് എടുക്കുന്ന തീരുമാനമൊന്നും അല്ലെന്നേ. ഇതൊക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്, BJPയുടെയൊക്കെ ഓരോ തലങ്ങളിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാവ്യ കൊണ്ടുവന്നത്. പക്ഷേ ഈ കാവ്യ എന്തോ രാഷ്ട്രീയ കാരണങ്ങളാലാണെന്ന് ഓരോരുത്തർ പറയും. അത് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ അതിതീവ്ര ഹിന്ദുത്വയുടെ പ്രതീകമാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ആക്ഷേപിച്ചേക്കാം. ആക്ഷേപിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്തോട്ടെ, ആരും അതിന് കുറ്റം പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് ഹോക്കി ഫെഡറേഷൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. എന്താ സംശയം? ഈ ജേഴ്സി അണിഞ്ഞുകൊണ്ട് നമ്മുടെ ടീം അംഗങ്ങൾ കളക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അവർക്കെന്താ വല്ലാത്തൊരു ദേശീയ ബോധമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ജയിക്കണമെന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹം, പിന്നെ ധീരത. അപ്പോൾ അവരുടെ ഞരമ്പുകളിലൂടെ
ദേശീയതയുടെ ചുടുരക്തമായിരിക്കും ആ നേരം ഒഴുകുക. അതുകൊണ്ട് ഇത്തവണ ലോക കിരീടം നമ്മൾക്കായിരിക്കും, ഇന്ത്യക്കായിരിക്കും. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മളിപ്പോൾ ഇവരുടെ ജേഴ്സിയുടെ നിറം കാവിയാക്കിയതിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഫുട്ബോൾ അസോസിയേഷനാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനമെടുക്കേണ്ടത്. അവരോട് പറയാനുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ജേഴ്സിയുടെ നിറവും കാവിയായിട്ട് മാറ്റണം. നമ്മളിപ്പം ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ വളരെ വലുതാണ്, 100-നൊക്കെ താഴെയാണ്. മനസ്സിലായില്ലേ? അടുത്ത ലോകകപ്പിനെങ്കിലും നമുക്ക് ഇന്ത്യ ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാകണം. ജയിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ചിലപ്പോൾ ഈ ജേഴ്സി ഇട്ടുകൊണ്ടാണ് ലോകകപ്പിന് ഇറങ്ങുന്നതെങ്കിൽ ജയിച്ചുകൂടാഴികയുമില്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ലോകകപ്പിലൊന്ന് മത്സരിക്കുകയെങ്കിലും വേണം. ഈ ലോകകപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾ, ചെറുപ്പക്കാർ, അവർ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും മെസ്സിയുടെയും അതുപോലെ തന്നെ എംബാപ്പയുടെയൊക്കെ കട്ടൗട്ടുകൾ റോഡ് നീളെ കെട്ടിപ്പൊക്കി മടുത്തന്നേ. ഇനി നമുക്ക് ഇന്ത്യൻ ടീമിൻ്റെ, ഇന്ത്യൻ കളിക്കാരുടെ കട്ടൗട്ടുകളൊന്ന് പൊക്കാനുള്ള അല്ലെങ്കിൽ കട്ടൗട്ടുകൾ ഉയർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ദയവേദിനി ഫുട്ബോൾ അസോസിയേഷൻ ആ രംഗത്ത് മൈൻഡ് അപ്ലൈ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഹോക്കി ഫെഡറേഷൻ ചെയ്താൽ പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ എപ്പോൾ ചെയ്തുവെന്ന് ചോദിച്ചാൽ മതി. എന്നാലും പറയാനുള്ളൊരു അപേക്ഷ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതുകൊണ്ടിട്ടൊരു കോൺഗ്രസ് MP ചോദിച്ചു, എന്നാൽ പിന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ യൂണിഫോം കൂടെ കാവ്യാക്കാവുന്നു. അതായത് ധൈര്യത്തിൻ്റെയും ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ദേശാഭിമാന ബോധത്തിൻ്റെയും ഒക്കെ നിറമാണെങ്കിൽ സൈന്യങ്ങളുടെ യൂണിഫോമിൻ്റെ നിറമതാക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓരോ രാജ്യത്തെയും ഓരോ ടീമുകളുടെ ജേഴ്സിയുടെ നിറം, അവർ കളിക്കളത്തിൽ ധരിക്കുന്ന കുപ്പായത്തിൻ്റെ നിറം, അതൊക്കെ ചില ചരിത്രവുമായിട്ടും ചില സങ്കല്പങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ നീല ജേഴ്സി അശോക ചക്രത്തിൻ്റെ നിറത്തിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ ലോകം എന്താണ് വിളിക്കുന്നത്? മെൻ ഇൻ ബ്ലൂസ് അല്ലെങ്കിൽ വിമൻ ഇൻ ബ്ലൂസ്. ഫ്രാൻസിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ നിറം, ജേഴ്സിയുടെ നിറം നീലയാണ്. ലേ ബ്ലൂസ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ഒരു പരമ്പരാഗതമായ ചില വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ പുറത്താണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു നിറം ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ദേശാഭിമാനത്തിൻ്റെയും നിറമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മാറ്റുകയല്ല ആരും ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇവിടെ ചിലർ അവകാശപ്പെടുന്നുണ്ട് ഈ കളിക്കളങ്ങളുടെ നിറം ഏതാണ്ട് നീലയായിരുന്നു. അതുകൊണ്ട് നീല ജേഴ്സി അണിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന്, അതുകൊണ്ടാണ് കാവി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഫ്രാൻസിൻ്റെ ജേഴ്സിയുടെ നിറം നീല, അത് മാറുമോ? ഇറ്റലി അവരുടെ ജേഴ്സിയുടെ നിറം മാറുമോ? അതുപോലെ തന്നെയാണ് അർജൻറ്റീന, അവരുടെ എവേ ജേഴ്സി, രണ്ടാമത്തെ ജേഴ്സി എന്ന് പറയുന്നത് നീലയാണ്. ഇതൊക്കെ അവർ മാറ്റുമോ? പക്ഷെ ചിലപ്പോൾ ഹോക്കി ഫെഡറേഷൻ്റെ ഈ തീരുമാനം അവർ അറിഞ്ഞാൽ മാറ്റിക്കൂടുന്നില്ല കേട്ടോ. കാരണം ഫ്രാൻസിന് അടുത്ത ലോകകപ്പെങ്കിലും നേടണം, ഇറ്റലിക്ക് ലോകകപ്പ് മത്സരങ്ങളിലേക്ക് തിരിച്ചു വരണം. അതിന് ദേശാഭിമാന ബോധം ഉയർത്തുന്നതിന് അല്ലെങ്കിൽ വിജയം ഉറപ്പാക്കുന്നതിന് ധൈര്യത്തിൻ്റെയും ധീരതയുടെയും നിറമായ കാവ്യാണ് വേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെട്ട ചിലപ്പോൾ അവരും നിറം മാറ്റാതിരിക്കില്ല. പക്ഷേ ഇനി കളിക്കളത്തിൻ്റെ നിറം മാറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഫ്രാൻസും ഇറ്റലിയും അതുപോലെ തന്നെ അർജൻറ്റീനയും അവരുടെയൊക്കെ ജേഴ്സിയുടെ നിറം മാറ്റുമെന്ന് പറയാൻ പറ്റുമോ? ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഈ അമിത്ഷാ എവിടെയെന്നും പറഞ്ഞ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വന്ദേമാരതം ബില്ല് 15 മിനിറ്റ് ഉണ്ടെന്ന് പാസ്സാക്കി. ആരെങ്കിലും വന്ദേമാരതത്തെ അവഹേളിച്ചാൽ അല്ലെങ്കിൽ അപകീർത്തികരമായ രീതിയിൽ പെരുമാറിയാൽ 3 കൊല്ലം പിടിച്ചകത്തിടാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണത്. വന്ദേമാതരം നേരത്തെ ദേശീയ ഗീതം എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ 2 ഖണ്ഡങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആകെ 6ആണ്. ഇപ്പോൾ 6ഉം പഠനമൊന്നാണ്. ബാക്കിയുള്ള ഖണ്ഡങ്ങളിൽ നമ്മുടെ മതനിരപേക്ഷ സങ്കല്പത്തിന് നിരക്കാത്ത ചില പരാമർശങ്ങളുള്ളത് കൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത്. അത് കോൺഗ്രസിൻ്റെ കാലം. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയുടെ സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് അവർക്ക് സന്തോഷം. അതുകൊണ്ട് ഇപ്പോൾ ഈ 6 ചരണങ്ങളും പാടണമെന്ന് വ്യവസ്ഥ വച്ചിരിക്കുക. ഗവർണറൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ആദ്യം ഈ വന്ദേമാതരത്തിൻ്റെ 6 ചരണങ്ങൾ പാടണം, പിന്നെ ദേശീയ ഗാനം തുടക്കത്തിൽ, അവസാനവും ഇത് ആവർത്തിക്കണം. പക്ഷേ ഗവൺമെൻറ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമനിർമ്മാണം വഴി ആളുകൾ ദേശീയത വളർത്താൻ പറ്റുമോ? അങ്ങനെ സാധിക്കുമോ? അത് മാത്രമല്ല,
ഇത്തരം ചടങ്ങുകളിലെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനവും വന്ദേമാതരത്തിൻ്റെ 6 ചരണങ്ങളുമൊക്കെ പാടുമ്പോൾ വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് അതിനോടൊരു അകൽച്ച തോന്നുകയുള്ളൂ എന്ന് നമ്മുടെ സർക്കാർ ചിന്തിക്കണം. കാര്യം ഇതൊക്കെയാണെങ്കിലും മേരാ പ്യാര ദേശവാസിയോ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഈ അജണ്ടകളൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, കാവ്യവൽക്കരണം ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് രാജ്യത്തെ കാര്യങ്ങൾ നോക്കാം. അതാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വിദ്യാർത്ഥികളോ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോ കർഷകരോ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആയിരിക്കില്ല.